ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പോൾമോന് കൊണ്ടുപോകാനായിട്ട് അവന് 2 ടിഫിൻ ഞാൻ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൽ ഇന്ന് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടാമെന്ന് വെച്ച്. അപ്പം ഞാൻ ആ കുക്കറുണ്ടല്ലേ, അത് ഞാൻ കഴിഞ്ഞ ദിവസം മുട്ട പുഴുങ്ങിയതാ. എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ്, നമ്മൾ ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അതിൻ്റെ തോടുണ്ടല്ലേ, അത് കളയാതെ വെച്ചിരുന്നാൽ മതി. എനിക്കറിയാമായിരുന്നു അതിൻ്റെ അകത്തൊരു നാരങ്ങയുടെ തോലങ്ങാണ് ഇട്ടിട്ട് നമ്മൾ മുട്ട പുഴുങ്ങുകയാണെങ്കിൽ കുക്കർ ഇങ്ങനെ കറുത്ത് വരത്തില്ല. അപ്പോൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാൻ, അതുകൊണ്ടാണ് അങ്ങനെ കറുത്തിരിക്കുന്നത്. അത് ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നാരങ്ങ കിട്ടുമ്പം ഒരു നാരങ്ങയുടെ തോടോ, ഈ ചില നാരങ്ങകൾ നമ്മൾ വെച്ചിട്ട് ഉണങ്ങിയ നാരങ്ങയൊക്കെ നമ്മൾ കളയവല്ലേ ചെയ്യുന്നത്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് ആ നാരങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതങ്ങ് ബ്ലാക്ക് അങ്ങ് പോവും. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുമ്പം നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തിരി ഒരു ചില സമയത്ത് ഇത്തിരി മസാലയിലൊക്കെ ഇത്തിരി വ്യത്യാസം വരുമല്ലേ. അപ്പോൾ ഞാൻ അപ്പുറത്തെ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഈ ടോസ്റ്റർ വെച്ച് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പം പ്രൈസം മോന് ലിക്വിഡായിട്ടൊന്നും കൊടുത്തു വിടാൻ ഒക്കത്തില്ല. അവന് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ളത് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സ്നാക്സ്, എക്സാം ആയതുകൊണ്ട് അങ്ങനെ സ്നാക്സ് വിട്ടാൽ മതി. പക്ഷേ അവർക്ക് സ്കൂളിൽ വെച്ചത് കഴിക്കാൻ സമയമില്ല. ബസ്സിൽ കയറിയിട്ടാണ് ഈ പിള്ളേർ 10:30 വരെ എക്സാം ഉള്ളൂ എങ്കിലും ഇവിടെ വരുന്നുടനെ 11:30 ആവും. അപ്പം പറഞ്ഞു, മമ്മി എനിക്കൊന്നും വേണ്ട അതായത് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടും. അവനപ്പം ഇതൊരെണ്ണം കൊടുത്തു വിടാമെന്ന് വെച്ച്. പോളിന് അന്നേരം ഇത് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ, അവന് സ്കൂള് പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഇതൊരെണ്ണം കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തു വിടും. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടാമെന്ന് വെച്ച്. അപ്പോൾ ഞാനിത് ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു കൊച്ചിനോട് കഴിച്ചിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ആയതുകൊണ്ട് ആൾക്കൊരു വെപ്രാളം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി ഉണ്ടാക്കുന്നത്, അവന് ഫ്രൈഡ് റൈസിന് വേണ്ടി ഞാനൊരു സവാള ഇങ്ങനെ അരിയുന്നുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്നും ഇടുന്നില്ല, ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ അരിഞ്ഞത് വെച്ചതുമില്ല, അതുകൊണ്ട് ഇത്തിരി സമയമായതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഈ സവാള ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് അതൊന്ന് ചേർക്കുന്നുണ്ട്. കാരണം രണ്ട് അതും ഉണ്ടാക്കി ഇതുകൂടെ ഉണ്ടാക്കി വരുന്നപ്പോഴത്തേക്കിന് സമയമായി. അപ്പം ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തു. ഞാൻ 1 ഗ്ലാസ് അരിയേ ഇട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഈ പാനിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പാനിൻ്റെ അകത്ത് ഓയിലൊഴിച്ചിട്ട് ഒരു പട്ടയും ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ സവാള ഇട്ടൊന്ന് വഴറ്റും. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിൻ്റെ അകത്തൊന്ന് കിട്ടും. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ആ ബേ ലീഫ് എടുത്തങ്ങ് മാറ്റുവേ, റൈസ് ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ 2 പച്ചമുളകും ഇങ്ങനെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ ഈ പച്ചമുളക് എൻ്റെ കയ്യിൽ കിട്ടിയ പച്ചമുളകൊക്കെ എടുത്തങ്ങ് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പം ആൾ കഴിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് പറഞ്ഞു, മമ്മി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കാരണം ഈ 1 ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ എടുക്കാൻ പറ്റുമല്ലേ, മസാലയൊക്കെ നന്നായിട്ട് അതിൽ ഇതാവും. അല്ലാതെ ഒത്തിരി ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരിത്തിരി അതും ഇതുമായിട്ട് വ്യത്യാസം വരും ടേസ്റ്റിൽ. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല, എനിക്ക് പറ്റും. കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്നേ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുന്നതായിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇതൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും കൊച്ചു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഈ ചോറ് ഇച്ചിരി നേരം ആയി ഞാൻ ഓഫാക്കി ഇട്ടിട്ട്. അതുകൊണ്ട് ഒരു കട്ട പിടിച്ചല്ല, ഒരിത്തിരി ഇതുപോലെ ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടതാണ്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി സോയാ സോസും ഈ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. അതാണ് ആൾക്ക് ഇഷ്ടമായത്. സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒക്കെ ചേർത്തുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ചൈനീസിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും നല്ലതായിരുന്നു, അതില്ലായിരുന്നു. പിന്നെ ഇച്ചിരി മല്ലിയില ഞാൻ ചേർത്തു. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഞാൻ അവന് കൊടുത്തിട്ട് പിന്നെ കൊച്ചിന് ഇച്ചിരി പങ്ക്, അവനും ഇത് ഇഷ്ടമാണല്ലേ, അതുകൊണ്ട് കൊച്ചിനുള്ള പങ്ക് ഞാൻ അവിടെ വെച്ചിരുന്നു. അവൻ വന്നിട്ട് കൊടുക്കാമെന്നും പറഞ്ഞു. ഞാൻ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞില്ല, ആ പച്ചമുളകൊക്കെ എൻ്റെ കയ്യിൽ മുകളിലൊക്കെ കണ്ടത് പച്ചമുളകും ആ ബേ ലീഫൊക്കെ എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ കഴിക്കുന്നുണ്ടേ ഇവർക്കൊരു അല്ലെങ്കിലും ഇവർക്ക് വീട്ടിൽ നിന്നാണെങ്കിലും കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, എടുത്ത് മാറ്റും ഞാൻ. പിന്നെ അവിടെ ക്ലാസ്സിലൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടേ അത് അവർക്കൊരു അസ്വസ്ഥ ബുദ്ധിമുട്ടോ തോന്നത്തില്ലേ, അതുകൊണ്ട് ഞാനത് എടുത്തങ്ങ് മാറ്റി.
അപ്പം ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ അധികം കുക്കിങ്ങിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് എന്തെങ്കിലും നമ്മൾ സമയം എനിക്ക് ഇത്തിരി ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കുമോ അങ്ങനെയൊക്കെയുള്ളത് ചെയ്യും. അപ്പം ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഞാൻ അടുത്തതിനി ചപ്പാത്തിക്കുള്ള കൂട്ടാനുണ്ടാക്കാം. അപ്പം ഞാൻ കടായി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക് ഉരുളൻകിഴങ്ങോടുള്ള മെഴുക്ക് പുരട്ടിയ ഇപ്പോൾ അതാണ് ഇവിടെ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അടപ്പത്തോട്ടിട്ടിട്ട് പിന്നെ ഞാൻ തുണി കഴുകാനിടണമായിരുന്നു, പാത്രങ്ങളൊക്കെ കഴുകണമായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവള് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്നും തുടച്ചില്ലെങ്കിലും തൂക്കണം എന്നും, പിന്നെ ഒന്നട വിട്ടങ്ങണം തുടയ്ക്കണം. അതനുസരിച്ചാണ് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോകൾ അടുക്കളയിലെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇപ്പം തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സമയം എടുക്കുമല്ലോ, അതനുസരിച്ച് ഞാൻ തലേന്നെങ്ങാണോ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്യും. ഇതിപ്പം ജോലികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അധികം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തേക്ക് ഉള്ളത് കൊണ്ട് ഇന്ന് തൂത്തുതുടപ്പങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിന് കുറേ സമയം എടുക്കുമല്ലോ. അപ്പം ആ സമയം ആയപ്പോഴത്തേക്കിനൊക്കെ പ്രൈസമോൻ വരാറായിട്ടുണ്ട്. അപ്പം അവൻ വന്നു കഴിഞ്ഞ് പിന്നെ അവൻ്റെ കുളിയായി, അവൻ്റെ പുറകെ പോക്കായി, പിന്നെ അടുത്ത പരിപാടികൾ. അവരോടെ ഭയങ്കര മറാഠി പഠിക്കുവാന്ന് കാണിക്കാൻ കേട്ടോ. सायंकाळी गावात बैलांची मिरवणूक काढली जाते. लहान मुले ढोल ताशा वाजवतात आणि संपूर्ण गावात उत्सवाचे वातावरण असते. बैल पोळ्याच्या दिवशी शेतीची कामे बंद ठेवली जातात. बैलांना विशेष खाऊ पुरणपोळी, भाजी, भाकरी इत्यादी दिले. വന്നുടനെ ഒന്നും കഴിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അവിടെ ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഇപ്പം ആൾക്കൊരു ടെൻഷൻ പോലെ വന്ന് മറാഠി പഠിക്കണമെന്ന്. അപ്പം അതുകൊണ്ട് വന്നിരുന്ന് പഠിക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നെ പറഞ്ഞ് വേണ്ടാന്നൊക്കെ. അപ്പം ഞാൻ ആംഗ്യം കാണിച്ച് കണ്ടിന്യൂ ചെയ്തോളാൻ, അതായിരുന്നു റീഡ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വന്ന് ഇത് കഴിയുമെന്ന്. അപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഇതാന്ന് പറഞ്ഞോണ്ട് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞോണ്ട് ആംഗ്യ സന്തോഷത്തോടെ വന്ന്. അപ്പോഴത്തേക്കിനും മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിരുന്നു. അവൻ ഇതും ഇഷ്ടമാണ്. ഇപ്പം നേരത്തെ വെണ്ടയ്ക്ക മാത്രമേ ഇഷ്ടമുള്ളായിരുന്നു, ഉരുളൻകിഴങ്ങ് ചേർത്ത ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്ന ഇഷ്ടമാണ്. ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയും. ഇന്ന് പക്ഷേ ഇത്തിരി ഉരുളൻകിഴങ്ങ് കൂടിപ്പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ തോരൻ, കാബേജും ക്യാരറ്റും ഇട്ടിട്ട് തോരൻ വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് കുക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞാലും മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ജോലി ഉണ്ടായിരുന്നു. പിന്നെ കറി വെക്കണ്ട, മീൻ കറി ഇന്നലത്തെ ഉണ്ട്, അതൊക്കെ സാരമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞ ജോലി കുറവാണ്. അങ്ങനെ ഒരു കുറവുള്ള പരിപാടിയില്ല. ഒരു വീടാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ജോലികളാണ്, തിരിഞ്ഞാലും മറിഞ്ഞാലും അല്ല. പിന്നെ ഇവന്മാരുടെ പുറകെ ഉള്ള ഈ പോക്കാ. ഇപ്പോൾ ഒരാൾ തന്നെ ഉള്ളെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഡാഡിക്ക് ഞാൻ ചപ്പാത്തിയും അതുകൂടെ കൊടുത്തു. പിന്നെ ഇവൻ ഇത് കൊടുത്തു. ഇനി മറ്റവൻ വൈകിട്ടല്ല വരത്തുള്ളൂ. ഉച്ചയ്ക്കല്ല 11 കഴിഞ്ഞ് വന്നു. കൊള്ളാമോടാ? സൂപ്പർ. കാബേജ് ഇന്നിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പം നാളെ എനിക്ക് തോരൻ്റെ വെക്കണ്ട. അപ്പം എന്തെങ്കിലുമൊക്കെ എന്തായാലും വേറെ വല്ലതുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പം ബീഫ് അച്ചാർ ഇടണം. 2 ദിവസത്തിനകം ബീഫ് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അതിടണം. മീനിൻ്റെ ഓർഡർ പലരും ഉണ്ട്. പക്ഷേ മീൻ ദീപാവലി കഴിഞ്ഞേ വരത്തുള്ളെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ കാണുമല്ലേ, അല്ലാതെ ഈ മീൻ എടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ടല്ലേ. ഇവിടെ എന്ന് പറയാൻ അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വേറെ കൊളാബ് ആ സൈഡിലൊക്കെ ആണെങ്കിൽ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ അതനുസരിച്ച് റേറ്റാ കയറി ഇപ്പം.
അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക്. മീനാണ് മിക്ക ആൾക്കാർക്കും കൂടുതലും വേണ്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളില്ലയെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും. അപ്പോൾ ഇവൻ പഠിക്കാൻ പറഞ്ഞിട്ട് അവൻ പോളിൻ്റെ ഇതും എടുത്തോണ്ടിരുന്ന് അവിടെ എന്തോ ഭയങ്കര ഇവൻ കളിക്കുന്ന ഭയങ്കര പാട്ടും സംസാരമൊക്കെയാണ്. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി പോകുന്നേരം ഇവനെയും വിളിച്ച് പറയും ഞാൻ പഠിക്കുമോ ഇവിടെ ഇരുന്നോളാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ഇങ്ങി വന്നാൽ മതി എന്ന്. അപ്പച്ചനെ അവിടെ ഇരുന്ന് പിന്നെ കളി അങ്ങ് സ്ട്രോങ് ആവും, പിന്നെ അപ്പച്ചനെയും ബുദ്ധിമുട്ടിക്കത്തില്ലേ, അപ്പച്ചൻ ഉറങ്ങുമല്ലേ. പിന്നെ ഞാൻ അകത്ത് വിളിച്ചുകൊണ്ട് പോയി പിന്നെ കുറച്ച് നേരം പിടിച്ച് കിടത്തി ഉറക്കി. ആരംഭത്തിൽ കിടക്കാൻ വിളിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ട് വന്ന് കിടന്ന് കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി ബഹളം വെച്ച് ഇങ്ങനെ ഞാനും ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങത്തില്ല, ഇങ്ങനെ ഇരിക്കും. ഞാൻ അടങ്ങിക്കിടടാ. അന്നേരം കുറച്ച് നേരം സൗണ്ട് കാണത്തില്ല. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഓരോന്ന്, പിന്നെ അങ്ങ് ഇങ്ങനെ ഓരോന്ന് പദം പറഞ്ഞ് അങ്ങ് ഉറങ്ങും. പിന്നെ ഉറങ്ങി എണീറ്റാൽ പിന്നെ ഇച്ചിരി നേരത്തേക്കിന് ഇത്തിരി ആൾ ഡിമ്മ. അപ്പം ഞാനൊരു മീനെടുത്ത് വെളിയിൽ വെച്ചായിരുന്നേ. അപ്പോൾ ഇച്ചിരി സമയം കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ ആ മീനെടുത്തൊന്ന് വെട്ടി വെച്ചാൽ നാളെ പെട്ടെന്ന് കറി വയ്ക്കാമല്ലോ. അപ്പം നാളെ വെട്ടാനായിട്ട് നിന്നാൽ അത്രയും സമയം പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി ആയിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ മീനങ്ങ് വെട്ടിയെടുക്കാമെന്ന് വെച്ചു. മീൻ പിടിക്കുന്നതിനനുസരിച്ച് അത് തെന്നി അങ്ങ് പോവുക. എൻ്റെ പിച്ചാത്തിക്ക് അങ്ങനെ മാത്രമേ പിച്ചാത്തി അന്ന് മാർക്കറ്റിൽ പോകണേ ഇതും കൊണ്ട് പോകാനായിട്ടിരുന്നേ, അതങ്ങ് മറന്നു പോയില്ലേ. അപ്പോൾ ഇവിടുത്തെ ഇത് ചെയ്യുന്ന ആളെ വിളിച്ചാണ് അയാൾ നാട്ടിൽ പോയിക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഈ സ്ലാബയിലൊന്ന് ഉരച്ചിട്ട് അന്നേരത്തേക്കിന് കുറച്ച് നേരത്തേക്കിന് വാത്തല വരും, പിന്നെ വീണ്ടും തതയുക. അങ്ങനെ ഞാൻ ഇതിൻ്റെ പരിഞ്ഞിലെടുത്തില്ല കേട്ടോ. ഒരിച്ചിരി വല്ലാത്ത ഇതുപോലെ ഇരുന്ന് എനിക്ക് തോന്നുന്നത് മുട്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ നിന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ പരിഞ്ഞിൽ ഞാനെടുത്ത് കളഞ്ഞു. അപ്പോൾ അവനെ എഴുന്നേറ്റില്ല. അപ്പം ഞാനിതൊന്ന് എങ്ങനെ വെട്ടണം എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വാക്കില്ലാതായിപ്പോൾ ഞാൻ ആ തല അങ്ങ് വെട്ടിയെടുത്തു. പിന്നെ ചിന്തിച്ചു നടുക്കൂടെ ഇങ്ങനെ ചെയ്യട്ടോ പീസാക്കട്ടോ. അവസാനം ഞാൻ ഇങ്ങനെ തന്നെ നടുക്കൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ സ്കിന്നെടുത്ത് കളയാമെന്ന് വെച്ച്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇത്തിരി നേരം ആയായിരുന്നു. അതുകൊണ്ട് വെട്ടാനും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ ഉറങ്ങി എണീറ്റിട്ട് ടോസ്റ്റ് ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവന് ചായ ഒന്നും വേണമെന്നില്ല. നമ്മൾ ചായയിലൊക്കെ മുക്കിയല്ല തിന്നുന്നത്. പോളിന് ഇഷ്ടമല്ല, പോള് തിന്നത്തില്ല. ഞാൻ ചില സമയത്ത് കഴിക്കും. അങ്ങനെ എനിക്കും അങ്ങനെ എപ്പോഴും വേണമെന്നുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.